കുറേ കാലമായിട്ട് ഇതിൻ്റെ ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്, PP അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. മസ്റ്റ് വാച്ചാണ്. സ്ത്രീധനം കൊടുക്കുന്ന ബേസ് ചെയ്താണ്. അത് കാണേണ്ടതാണ്, കണ്ടാലേ അത് മനസ്സിലാവുന്നത്. കണ്ട് മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലും ഹാപ്പിയാണ്. ഇതിൽ ബാക്കി എല്ലാ പ്രേക്ഷകർ കണ്ടിട്ട് പറയും. ഒരു നോർമൽ ലൈഫിൽ നിന്ന് അവർ എങ്ങനെയാണ് ആ ഒരു ഫയർ എടുത്തൊരു ഫയറാണ് അവരുടെ പെർഫോമൻസ് പറയുന്നത്. ക്ലൈമാക്സ് കണ്ടതിൻ്റെ അറിയണം. ആ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് പൊന്മാൻ. വളരെ സന്തോഷമുണ്ട്. ടീം മെമ്പേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കാസ്റ്റ് എല്ലാവരും ഒരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. അതായത് നമ്മൾ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് പോരാടുക. അങ്ങനെ അതിനകത്ത് പടത്തിൽ പറയുമ്പോൾ അതൊരു കോമഡിയായിട്ട് തോന്നിയെങ്കിലും ഏതൊരു എന്താണ് മിഡിൽ ക്ലാസ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചത്. പിന്നെ പെർഫോമൻസ് എക്സലൻ്റ് ആണ്. നമ്മുടെ ബേസിലെ ആയാലും നിജോമോളായാലും സജിൻ ഗോപു, ആനന്ദ് മന്മഥൻ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ 100 പേരെ കാണിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. കണ്ടിഷ്ടപ്പെടുന്നത് ബേസിൽ ഇത്ര എങ്ങനെ ജീവിക്കുമെന്ന കഥ രാജേഷ് ആരാണ്? PP അജേഷാണ്. അജേഷ്